ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ജൂലൈ 9 വ്യാഴാഴ്ച. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സൈറ്റ് ഉണ്ടായിരുന്നു. ഫയർ സിസ്റ്റത്തിൻ്റെ ഇൻസ്പെക്ഷൻ മാറ്റിച്ചൊരു സൈറ്റ്, പേൾ ഐലൻഡിൻ്റെ ഉള്ളിലുള്ളൊരു തിയേറ്റർ കോംപ്ലക്സ്. അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഇന്നാണ്. ഇന്നലെയാണ് അവർ വിളിച്ചു പറഞ്ഞത് ഇന്നേക്ക് റീഷെഡ്യൂൾ ചെയ്ത കാര്യം. അങ്ങനെ രാവിലെ ഓഫീസിലും കൂടെ കയറാണ്ട് നേരെ സൈറ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതാണ് തിയേറ്ററിൻ്റെ പാർക്കിംഗ്. ഈ തൊട്ട മുമ്പിൽ കാണുന്നതാണ് തിയേറ്റർ കോംപ്ലക്സ്. 13ഓളം തിയേറ്റർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് തിയേറ്റർ കോംപ്ലക്സ്. ലക്ഷറി ആയിട്ടുള്ള 13ഓളം തിയേറ്റർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഓരോ കൺസ്ട്രക്ഷനും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഭയങ്കര ലക്ഷറി ആയിട്ട് പണിതിട്ടുള്ള ഒരു ടൗൺഷിപ്പാണിത്. ഇതാണ് പ്ലേ സിനിമയുടെ നോവോ സിനിമ ഐമാക്സ്. ഇവിടെയാണ് ഇന്ന് ഇൻസ്പെക്ഷൻ ഉള്ളത്. സിനിമ കാണുന്നവർക്ക് ഗിഫ്റ്റ് അല്ലാണ്ട് തോന്നുന്നു കേട്ടോ, ഒരു കാറെല്ലാം കാണുന്നുണ്ട്. ഇതുവരെ ജെറ്റൂറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തതാണ് ഇവിടെ. ശരിക്കും ജെറ്റൂർ നമ്മളെ ഡിഫൻഡർ മോഡൽ ഇറക്കിയൊരു വണ്ടിയായിരുന്നു അത്. ജെറ്റൂറിൻ്റെ പ്രൈസ് കണ്ട 179,000 റിയാൽ. കിടക്കാതി വേണ്ട. ജെറ്റൂറിന് മൈലേജ് എത്ര കിട്ടും നോക്കാം. ജെറ്റൂറിന് 21 മൈലേജ് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചെറിയ വണ്ടിക്ക് സാധാരണ ഈ ടൈപ്പ് വണ്ടി ലാൻഡ് ക്രൂസർ, ഇതെല്ലാം ഡിഫൻഡർ, ഇതെല്ലാം 10 താഴെ മൈലേജാണ് കാണിക്കുന്നത്. ഇതിന് ഫ്യൂവൽ എക്കണോമി കാണിക്കുന്നത് ഡിസൈൻ. 179,000 റിയാൽ ഇത് വർത്താണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മൈലേജ് കാണിക്കുമ്പോൾ ഉള്ളിലുള്ള ഫെസിലിറ്റി ലക്ഷറി ഫീലാണ്. G700 കംഫർട്ടിൻ്റെ ഇതാണ്. ഡോറിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കണം. മുമ്പ് ശരിയാക്കി പോയതായിരുന്നു, പക്ഷെ പിന്നെ തെറ്റിപ്പോകും. ഇഞ്ചസിൻ്റെ കൂടെ ഗ്യാപ്പ് ഉണ്ട്, മാത്രമല്ല അലൈൻമെൻറ്റ് പിന്നെ തെറ്റിയിട്ടുണ്ട്. തിയേറ്റർ നമ്പർ 3, തിയേറ്റർ നമ്പർ 4, 5 എന്തൊക്കെ ഡിജിറ്റൽ. മൈക്കൽ സ്പൈഡർമാൻ. അവിടെ സിവിൽ ഡിഫൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അവിടുത്തെ ഫെസിലിറ്റി മാനേജർ ഉണ്ടായിരുന്നു, അവനൊന്ന് കാണണം. കാര്യങ്ങളെല്ലാം ഒരു ഡോറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിനിപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ടൂൾസ് ഒന്നും എടുക്കാത്തതുകൊണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞു
അപ്പോൾ ഇനി സിവിൽ ഡിഫൻസ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കമൻറ്റ് ഷീറ്റ് അയക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവർ നോട്ട് ചെയ്തത്. അതിനനുസരിച്ചിട്ട് പിന്നെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ശേഷം പിന്നെ ഒന്നും കൂടെ ചിലപ്പോൾ വിസിറ്റ് എടുക്കും. അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച് അറ്റാച്ച് ചെയ്തിട്ട് കമൻറ്റ് ഷീറ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി തിരിച്ച് പോവുകയാണ്. അടുത്തൊരു സൈറ്റിലത് ഷമാലാണ്. കുറച്ച് ദൂരം ഓടാണ്ട് ഇവിടുന്ന്, 1 മണിക്കൂറോളം ഇവിടുന്ന് പോകണം. അത് ഹാൻഡ് ഓവർ ആയിട്ടുണ്ട്, അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മോക്ക് ഡ്രില്ല് കൊടുക്കാൻ, ഒരു ട്രെയിനിങ് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. സൈറ്റിലൊന്ന് പോകണം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരണം.